അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1408, സൂറത്തുർ റഅദ് 17-18 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أنزل من السماء ماء. അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി, അഥവാ മഴ വർഷിച്ചു. ഫസാലത്ത് ഔദിയത്തും ബിഖദരിഹ. അങ്ങനെ താഴ്വരയിലൂടെ അവയുടെ വലുപ്പത്തിന്റെ തോതനുസരിച്ച് വെള്ളമൊഴുകി. സാലത്ത് ഔദിയത്ത് എന്ന് പറഞ്ഞാൽ അരുവികൾ, താഴ്വരകൾ ഒഴുകി എന്നാണ് വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ താഴ്വരയിലൂടെ വെള്ളമൊഴുകി, ആ താഴ്വരയുടെ വലുപ്പത്തിന്റെ തോതനുസരിച്ച്. ഫഹ്തമല സൈലു സബദർ റാബിയ. അങ്ങനെ ആ ഒഴുക്ക്, വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ആ ഒഴുക്ക് പൊങ്ങി നിൽക്കുന്ന നുരയെ വഹിച്ചു കൊണ്ടുവന്നു. വെള്ളം ശക്തമായി ഒഴുകുമ്പോൾ അതിനിങ്ങനെ പൊങ്ങി നിൽക്കുന്ന നുരയും പതയും കാണാം എന്നർത്ഥം. ഒമിമ്മ യൂഖിദൂന അലൈഹി ഫിന്നാരി. അവർ തീയിലിട്ട് കത്തിക്കുന്ന ലോഹത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തിന് കത്തിക്കുന്നു? ഇബ്തിഗാ ഹില്യത്തിൻ, ആഭരണം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, മതാഇൻ, അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർ തീയിലിട്ട് കത്തിക്കുന്ന ലോഹങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു സബദും മിസ്ലുഹു, അതുപോലുള്ള നുര. ലോഹങ്ങൾ തീയിലിട്ട് ചൂടാക്കുമ്പോൾ അതിൽ നിന്നും ഒരു തരം നുര പൊന്തി വരുന്നുണ്ട്, മലവെള്ളപ്പാച്ചിലിൽ നുരകൾ ഉണ്ടാകുന്നത് പോലെ എന്നർത്ഥം. കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാത്തിൽ. അല്ലാഹു തആല സത്യത്തെയും അസത്യത്തെയും ഇவ்விதം വിശദീകരിക്കുകയാണ്. ഫഅമ്മ സബദു ഫയദ്ഹബു ജുഫാഅ. അപ്പോൾ ആ നുര എന്ന് പറയുന്നത് അത് ചവറായി വെറുതെ പോകുന്നു. വഅമ്മാ മാ യൻഫഉന്നാസ. എന്നാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളവ ഫയംകുസു ഫിൽ അർളി, അവ ഭൂമിയിൽ ശേഷിക്കുകയും ചെയ്യുന്നു. കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ. അല്ലാഹു തആല ഇவ்விதം ഉദാഹരണങ്ങളെ, ഉപമകളെ വിശദീകരിച്ചു തരുന്നു. ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്ന. അവരുടെ നാഥന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്. വല്ലദീന ലം യസ്തജീബു ലഹു. അല്ലാഹുവിന് ഉത്തരം ചെയ്യാത്തവരാവട്ടെ, അവർ ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ. ഈ ഭൂമിയിലുള്ളത് മുഴുവനും അവർക്ക് ലഭിച്ചാൽ, വമിസ്ലഹു മഅഹു, അതുപോലത്തത് വീണ്ടും അത്ര തന്നെ വീണ്ടും ലഭിച്ചാലും, ലഫ്തദൗ ബിഹി, അതെല്ലാം പ്രായശ്ചിത്തമായി പരലോകത്ത് നൽകാൻ അവർ റെഡിയാകും, പടച്ചോന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷെ ഒരു രക്ഷയുമില്ല. ഉലൈക ലഹും സൂഉൽ ഹിസാബ്. അവ അക്കൂട്ടർക്കാണ് ചീത്തയായിട്ടുള്ള വിചാരണ. വമഅവാഹും ജഹന്നം, അവരുടെ മടക്കം ജഹന്നമെന്ന നരകമാകുന്നു. വബിഅസൽ മിഹാദ്, അത് വളരെ മോശമായ സങ്കേതമത്രേ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ സൂക്തങ്ങളിൽ സത്യവിശ്വാസിയെയും സത്യനിഷേധിയെയും കാഴ്ചയുള്ളയാളോടും അന്ധനോടും ഉപമിക്കുകയും
അതേപോലെ തന്നെ അവിശ്വാസത്തെയും വിശ്വാസത്തെയും ഇരുട്ടുകളോടും പ്രകാശത്തോടും ഉപമിക്കുകയും ചെയ്തുവല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ. ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ അം ഹൽ തസ്തവിൽ ദുലുമാതു വന്നൂർ എന്ന് സൂറത്തുൽ റഅദിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. വിശ്വാസം അത് പ്രകാശം പോലെയും അവിശ്വാസം ഇരുട്ടുകൾ പോലെയുമാണ്. വിശ്വാസി കണ്ണുകാഴ്ചയുള്ളവനെ പോലെയും അവിശ്വാസി അന്ധനെ പോലെയുമാണ്. എന്നാൽ വിഷയത്തിന്റെ യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നവൻ വിശ്വാസി, അത് സാധിക്കാതെ പോയവൻ അവിശ്വാസി എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല കഴിഞ്ഞ ആയത്തിൽ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ. ഇനി വിശ്വാസത്തിനും അവിശ്വാസത്തിനും അതേപോലെ തന്നെ നന്മക്കും തിന്മക്കും മറ്റു ചില ഉദാഹരണങ്ങൾ അല്ലാഹു തആല ഈ സൂക്തങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമത്തെ ആയത്തിൽ അഥവാ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ആ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ട ഗുണപാഠം എന്താണ് എന്ന് വെച്ചാൽ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ട പോലെ കാര്യങ്ങൾ വിശ്വസിക്കുകയും യഥാവിധി കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്ക് വലിയ സന്തോഷത്തിന്റെ സാഹചര്യം നിലനിൽക്കുമെന്നും അല്ലാത്ത ആളുകളുടെ കാര്യം കട്ടപ്പുകയാണെന്നും അല്ലാഹു തആല ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. സത്യത്തിന്റെയും അസത്യത്തിന്റെയും അതേപോലെ ഈമാനിന്റെയും കുഫറിന്റെയും ഉപമയാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന നുരയും പതയും അതേപോലെ ലോഹങ്ങളുടെ കീടവും, അതായത് ലോഹങ്ങൾ ആഭരണം ഉണ്ടാക്കാനോ മറ്റൊക്കെ നമ്മൾ തീയിലിട്ട് ഉരുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ഒരു തരം നുരയും പതയുമൊക്കെ അത് ഫലശൂന്യമാണ് എന്ന് പറഞ്ഞാൽ താമസിയാതെ അത് അപ്രത്യക്ഷമാകും അല്ലെ. അങ്ങനെ നുരയും പതയൊക്കെ വന്നാൽ അത് എവിടെങ്കിലുമൊക്കെ തങ്ങി നിൽക്കും. ആ നുര അല്പം കഴിയുമ്പോൾ അതെന്താകുകയും ചെയ്യും, കെട്ടുപോവുകയും ചെയ്യുന്നർത്ഥം. അതാണ് താമസിയാതെ അപ്രത്യക്ഷമാകും. ഉദാഹരണത്തിലെ ജലവും ലോഹവുമാണ് മനുഷ്യർക്ക് ഉപകാരപ്പെടുക. വെള്ളം വന്ന് അതിൽ മലവെള്ളപ്പാച്ചിലിൽ നുരയും പതയും എന്താവും, അത് കാണാണ്ടാവും. അതേസമയത്ത് അതിന്റെ കൂടെ ഒഴുകിയ വെള്ളം, ആ വെള്ളം കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാകും. അതേപോലെ ലോഹം തീയിലിട്ട് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന നുരയും പതയും അത് അപ്രത്യക്ഷമാകും. എന്നാൽ ആ ലോഹം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകും. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്, ഈ ലോകത്ത് വിശ്വാസം നിലനിർത്തി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹു തആല ആത്യന്തികമായ വിജയത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതേസമയം സത്യനിഷേധത്തിന്റെ ശൈലി സ്വീകരിക്കുന്നവർക്ക് തൽക്കാലത്തേക്ക് ചില സന്തോഷങ്ങളും സുഖങ്ങളുമൊക്കെ മലവെള്ളപ്പാച്ചിലിൽ നുരയും പതയും കാണുന്നത് പോലെ, അതേപോലെ ലോഹങ്ങൾ തീയിലിട്ട് കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നുരയും പതയും പൊന്തി വരുന്നത് പോലെ തൽക്കാലത്തേക്ക് ചില സുഖങ്ങൾ, ചില സന്തോഷങ്ങൾ, അവർക്ക് ചില ആഹ്ലാദങ്ങൾ അതൊക്കെ കണ്ടേക്കാം. പക്ഷെ അതെല്ലാം താമസം വിന അപ്രത്യക്ഷമാവുകയും പിന്നീട് അവരുടെ ജീവിതത്തിൽ നിരന്തരമായ ദുഃഖത്തിന്റെ സാഹചര്യങ്ങൾ സമ്മാനിക്കപ്പെടുകയും ചെയ്യും. അതേസമയത്ത് സന്മാർഗത്തിലേക്കുള്ള അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചവർക്ക് ശാശ്വത വിജയമുണ്ടാകും. അല്ലാത്തവർ നിഷേധത്തിന്റെ പാതയിലൂടെ കഴിഞ്ഞുകൂടുമ്പോൾ പരലോകത്ത് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ആ ഗുരുതര നഷ്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനും അത്തരമൊരു അബദ്ധത്തിൽ ചെന്നുപെടാതിരിക്കാനുമുള്ള കൃത്യമായ മുന്നറിയിപ്പും താക്കീതും നൽകാനാണ് അല്ലാഹു പ്രവാചകന്മാരെയും അതേപോലെ വേദഗ്രന്ഥങ്ങളെയും ഒക്കെ ലോകത്തേക്ക് അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ചിന്താശൂന്യതയും ഭൗതിക പ്രമത്തതയും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ പ്രവാചകാധ്യാപനങ്ങളെ കാറ്റിൽ പറത്തുന്നു, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ശ്രദ്ധിക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ അള്ളാഹുവിനെ വെല്ലുവിളിക്കാനും അതേപോലെ വിശ്വാസത്തിന്റെ രാജവീതിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിലാണ് മഹിമ എന്ന് ഒരു തെറ്റായ ചിന്തയും അതേപോലെ സ്വഭാവമൊക്കെ നിലനിർത്തി അതിൽ അഭിമാനം കൊള്ളുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ അவ்விധം അഭിമാനിക്കുന്ന മനുഷ്യന്മാരെല്ലാം അത് ഞെട്ടറ്റ് വീഴുന്നൊരു സാഹചര്യം അഥവാ മരണത്തിന് കീഴൊതുങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം, അതോടുകൂടെ അവരുടേതായിട്ടുള്ള പ്രവർത്തനത്തിന്റെ സകലമാന സാധ്യതകളും അസ്തമിക്കുകയാണ്. പിന്നീട് അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നൽകപ്പെടാനുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായി അവർ മാറുന്നു. അപ്പൊ പരലോകത്തെത്തുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും, അവർക്ക് മനസ്സിലാകും ഞങ്ങൾ അബദ്ധമാണ് ചെയ്തു പോയത് എന്ന്. ആ അബദ്ധം ചെയ്തു പോയത് ബോധ്യമാകുന്ന സമയത്ത് അവരിൽ നിന്നുണ്ടാകുന്ന ഒരു മനോഗതമാണ് 18-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. ഈ ഭൂമിയും അതിലുള്ള മുഴുവനും അതുപോലത്തെ അത്ര വീണ്ടും ലഭിച്ചാലും
അത് മുഴുവനും പടച്ച തമ്പുരാന്റെ മുന്നിൽ അള്ളാഹുവിന് സമർപ്പിച്ച്, പടച്ചോനെ ഇതൊക്കെ നീ എടുത്തിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമേ എന്ന് പറയാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അതിന് മനുഷ്യൻ തയ്യാറാകുമായിരുന്നു. പക്ഷേ പരലോകത്ത് സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന സംവിധാനം അള്ളാഹു വെച്ചിട്ടില്ല. സ്വാധീനങ്ങൾ കൊണ്ട് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ അള്ളാഹു വെച്ചിട്ടില്ല. മറിച്ച് ഭൂമിയിലെ പ്രവർത്തനത്തിന്റെ മെറിറ്റ് നോക്കി അവർക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകുന്ന ഒരു പ്രോസസ്സാണ് പടച്ച തമ്പുരാൻ അവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ഉദാഹരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിതത്തെ നന്മയിലായി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. നിഷേധത്തിന്റെ ശൈലിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തൽക്കാലം കൈയടിക്കാൻ ഒരു പക്ഷെ 10 ആള് മുന്നിലുണ്ടായേക്കാം. അവർ ഇവരെ ആഘോഷിക്കുകയും ചെയ്തേക്കാം. അസ്കർ അലിമാരൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടല്ലോ, വലിയ ആഘോഷമായിട്ട് കൊണ്ടു നടക്കണില്ലേ? ആ ആഘോഷമായി കൊണ്ടു നടക്കപ്പെടുന്ന ഹതഭാഗ്യരായിട്ടുള്ള ആളുകൾ ഈ ആഘോഷത്തിന്റെ പൊലിമയൊക്കെ തൽക്കാലം മലവെള്ളപ്പാച്ചിലിൽ നുരയും പതയും കാണുന്നത് പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു തരം, പിന്നീട് വല്ലാതെ വൈകാതെ അപ്രത്യക്ഷമാകാനുള്ള, പ്രസക്തി നഷ്ടപ്പെടാനുള്ള ഒരു പൊങ്ങുതടിയാണ്. അതേസമയം നിലനിൽക്കുന്നതും സത്യത്തിന്റേതായിട്ടുള്ള ഫലം ലഭിക്കുന്നതും അത് സത്യവിശ്വാസത്തിനും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ജീവിതം ക്രമീകരിച്ച സത്യവിശ്വാസിക്കും മാത്രമാണ് എന്ന 2 ഉദാഹരണമാണ് അല്ലാഹു തആല ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അതാണ് അൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു, വെള്ളം ഇറക്കി. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഇസ്തമലത്ത് ഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ സൂക്തം അതായത് സൂറത്തുർ റഅദിന്റെ 17ാമത്തെ സൂക്തം, ഈ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അലാ മസലൈനി മദ്റൂബൈൻ ലിൽ ഹഖ് ഫീ സബാതിഹി വ ബഖാഇഹി വൽ ബാത്തിൽ ഫീ ഇൽമിഹ്ലാലിഹി വ ഫനാഇഹി. സത്യത്തിന്റെ അതേപോലെ തന്നെ അസത്യത്തിന്റെ 2 ഉദാഹരണങ്ങൾ, 2 ഉപമകൾ. സത്യത്തിന് സ്ഥിരതയും അതേപോലെ നിലനിൽപ്പുമുണ്ട്, അസത്യം അപ്രത്യക്ഷമാവുകയും നശിച്ചു പോവുകയും ചെയ്യും. ഇതിന്റെ 2 ഉപമയാണ് അള്ളാഹു ഈ സൂക്തത്തിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഉപമയാണ് ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളമിറക്കി മഴ വർഷിച്ചു, എന്നിട്ട് താഴ്വരകളൊക്കെ വെള്ളം ഒഴുകുകയും അതിലൂടെ നൊരയും പതയും ഒക്കെ പൊന്തി വരികയും ചെയ്തു. താമസം വിന നൊരയും പൊതയും കാണാതായി, വെള്ളം അങ്ങനെ തന്നെ ശേഷിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതുപോലെ അസത്യത്തിന് തൽക്കാലത്തേക്ക് ചില സന്തോഷങ്ങളും ചില ഒച്ചപ്പാടുകളും ഒക്കെ കാണാൻ പറ്റുമെങ്കിലും അത് യഥാർത്ഥത്തിൽ അസ്തമിക്കുക തന്നെ ചെയ്യും. അതേസമയത്ത് സത്യത്തിനെന്നും 16 എന്ന ഒരു സന്ദേശമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നത് എന്നാണ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത്. അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു ആകാശത്തുനിന്ന് മഴ വർഷിച്ചു, എന്നിട്ട് ഫസാലത്ത് ഔദിയത്തുൻ ബിഖദരിഹാ, ഓരോ താഴ്വരകളും ആ താഴ്വരയുടെ വലുപ്പത്തിനനുസരിച്ച് അതിൽ വെള്ളം ഒഴുകി. ഓരോ സ്ഥലങ്ങൾ എത്രയാണോ വെള്ളം സ്വീകരിക്കാൻ പറ്റുന്നത്, ആ വിശാലമായ താഴ്വരയാണെങ്കിൽ ധാരാളം വെള്ളം അവിടെ സ്വീകരിച്ചു, ചെറിയ താഴ്വരയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം സ്വീകരിച്ച് അതിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഫഹ്തമല സൈലു സബദർ റാബിയ, പൊങ്ങി നിൽക്കുന്ന ആ നൊരയെ ഈ വെള്ളം, ഈ മലവെള്ളം എന്ത് ചെയ്തു, അത് വഹിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി വരുമ്പോൾ അതിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആർക്കും കാണാൻ പറ്റുന്ന നൊരയും പതയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. ആ നൊരയും പതയും പക്ഷെ എന്ത് ചെയ്യും, അത് പതുക്കെ ഇങ്ങനെ അപ്രത്യക്ഷമാവും, അത് കാണാണ്ടാവും. ആ സമയത്ത് വെള്ളം അപ്പോഴും അവിടെ നല്ല പവർഫുള്ളായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതുപോലെ സത്യമെന്നും തലയുയർത്തി നിൽക്കുകയും അത് നിലനിൽപ്പിന്റേതായിട്ടുള്ള സ്ഥിരത കാണിക്കുകയും ചെയ്യും. അതേസമയത്ത് അസത്യത്തിന്റെ പ്രവണത ഈ നുരയും പതയും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ നിലനിൽപ്പില്ലാത്ത വിധം അത് തകർന്നടിയുന്ന ദയനീയമായ കാഴ്ച കാണേണ്ടി വരും എന്നാണ് അല്ലാഹു തആല ഉദാഹരണമായി പറയുന്നത്. മറ്റൊരു ഉദാഹരണം അല്ലാഹു പറയുന്നത് വമിമ്മാ യൂഖിദൂന അലൈഹി ഫിന്നാരി, തീയിലിട്ട് അവർ കത്തിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തിന് കത്തിക്കുന്നു? ഇബ്തിഗാ ഹില്യത്തിൻ, ആഭരണം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ഔ മസാഇൻ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തീയിലിട്ട് കത്തിക്കുന്ന ലോഹങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് സബദും മിസ്ലുഹു, അതുപോലുള്ള നുരയും പതയും. ഏതുപോലുള്ള
മലവെള്ളം ഒഴുകി വന്നപ്പോൾ അതിലൂടെ നുരയും പതയും ഉണ്ടായതുപോലെ ലോഹങ്ങൾ, സ്വർണമാവട്ടെ, വെള്ളിയാവട്ടെ, പിച്ചളയാവട്ടെ, അല്ലെങ്കിൽ ചെമ്പാവട്ടെ, അതൊക്കെ നമ്മൾ ഓരോ പാത്രങ്ങൾ ഉണ്ടാക്കാൻ, ചെമ്പൊക്കെ ആകുമ്പോൾ പാത്രങ്ങൾ ഉണ്ടാക്കാൻ, സ്വർണ്ണൊക്കെ ആകുമ്പോൾ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ, അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നു? തീയിലിട്ട് ഉരുക്കുന്നു. തീയിലിട്ട് ഉരുക്കുന്ന സമയത്ത്, അത് ചൂടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? അതിലുള്ള കീടങ്ങൾ, കേടുകളൊക്കെ നൊരയും പതയും പോലെ പുറത്തേക്ക് പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ ആ നല്ല ചൂടാക്കിയ ആ സാധനത്തിൽ ഒരാമർ ഉപയോഗിച്ച് നല്ലൊരു അടി കൊടുക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് എന്താവുന്നു? ആ കീടങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു. പിന്നീട് ലോഹം മാത്രം അവിടെ നല്ല പവറോടുകൂടെ കുറ്റമറ്റ രീതിയിൽ ശേഷിച്ചു നിൽക്കുന്നു. ഇതുപോലെയാണ് സത്യവും അസത്യവും. അസത്യത്തിന് തൽക്കാലത്തേക്ക് ഒരു പൊട്ടിപ്പും ഒരു പ്രസരിപ്പും ഒരു സജീവതയും ഒക്കെ കാണാൻ നമുക്ക് പറ്റിയാൽ പോലും വല്ലാതെ വൈകാതെ അതിന്റെ ആവേശമൊക്കെ നശിച്ച് അത് നിലനിൽപ്പില്ലാത്തതാണ് എന്ന് അതിന്റെ ആളുകൾക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ബോധ്യപ്പെട്ട് അതിൽ നിന്ന് പിന്തിരിയേണ്ടതോ അല്ലെങ്കിൽ അത് പുറത്തു പറയാൻ പറ്റാത്ത വിധം അവർ അതിൽ നിന്ന് ഉൾവലിയേണ്ടതോ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നർത്ഥം. ഇങ്ങനെ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ്, കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാത്തിൽ. ഇപ്രകാരം അല്ലാഹു തആല സത്യത്തെയും അസത്യത്തെയും ഉദാഹരിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. അതായത് ഈ ഉദാഹരണത്തിന്റെ ചുരുക്കം എന്താ? ഫഅമ്മ സബദു ഫയദ്ഹബു ജുഫാഅ. ഈ നൊര അതേപോലെ തന്നെ പത അതെന്താകുന്നു? അത് ചവറായി പോകുന്നു. ചവറായി പോകുന്നു വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് കാണാനേ ഇല്ല. ആ നൊരയും പതയും എവിടെങ്കിലുമൊക്കെ തങ്ങി നിൽക്കും കുറച്ച് സമയം. അങ്ങനെ തങ്ങി നിന്നിട്ട് പിന്നീട് അതണ്ട് അപ്രത്യക്ഷമാകും. ഇതുപോലെ അസത്യം അതെന്ത് ചെയ്യില്ല, തൽക്കാലത്തേക്കും അങ്ങനെ ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായാലും അത് മുന്നോട്ട് പോകാത്ത വിധം അത് തകർന്നടിയും. അതേസമയത്ത് വമ്മാമായം ഫൗന്നാസ, ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് ഫയംകുസു ഫിൽ അർളി, അത് ഭൂമിയിൽ ശേഷിക്കുന്നു എന്നതുപോലെ വെള്ളം, ആ വെള്ളത്തിലുള്ള നൊരയും പതയും അത് കാണാതാകുന്നു. എന്നിട്ട് ശരിയായ വെള്ളം പിന്നെയും ജനങ്ങൾക്ക് ഉപകാരമുള്ള വിധത്തിൽ ശേഷിക്കുന്നു. അതുപോലെ തന്നെ ലോഹങ്ങളിലുണ്ടായ നൊരയും പതയും കീടങ്ങൾ അതൊക്കെ തൽക്കാലത്തേക്ക് കണ്ടിരുന്നുവെങ്കിലും പിന്നെ കാണാതാകുന്നു. എന്നാൽ ലോഹം അങ്ങനെ തന്നെ ജനങ്ങൾക്ക് ആഭരണമുണ്ടാക്കാനും ഉപകരണങ്ങൾ ഉണ്ടാക്കാനുമൊക്കെയായി അത് ശേഷിക്കുന്നു. ഇതുപോലെയാണ് കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ. ഇപ്രകാരം അല്ലാഹു തആല ഉദാഹരണങ്ങൾ വിശദീകരിക്കുന്നു. അഥവാ അല്ലാഹുവിന്റെ സത്യവും അതേപോലെ തന്നെ ശരിയും അതെന്നും പവറോടുകൂടെ നിലനിൽക്കുകയും അസത്യം തകർന്നടിയുകയും ചെയ്യും. ഇത് വിശുദ്ധ ഖുർആൻ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ വേറെയും ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും ജീവിതം ക്രമീകരിക്കാൻ മനുഷ്യന് കൃത്യമായ ഉത്ബോധനം നൽകുന്ന ഉപമയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അസത്യത്തിന്റെ പിന്നാലെ തൽക്കാലത്തേക്ക് ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രചോദനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ തൽക്കാലം ലഭിക്കുന്ന ചില ആവേശങ്ങളുടെ പേരിൽ അസത്യത്തിന്റെ പിന്നാലെ നടക്കുന്നതിലാണ് ബുദ്ധി എന്ന് ചിന്തിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ആ ആവേശം കെട്ടടങ്ങുന്നതോടുകൂടി ഇവർ സമൂഹത്തിന് ഭാരമാകുമെന്ന വസ്തുത തിരിച്ചറിയണം. ഇനി ഇവിടുന്ന് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയാലും പരലോകത്തെത്തുമ്പോൾ അവരുടെ കാര്യം വല്ലാത്ത വിഷമത്തിലായിരിക്കും. ശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖൈഅത്തിൻ യഹ്സബുഹുൽ ലംആനു മാഅ. സൂറത്തുൻ നൂറിന്റെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, സത്യനിഷേധികളായി ഇവിടെ ജീവിച്ചവർ അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ കയ്യിൽ കുറെ പ്രവർത്തനങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിയാലും മരുഭൂമിയിലെ മരീചിക കണക്കെ അത് ലക്ഷ്യത്തിലെത്താത്ത, ഫലം കാണാത്ത, അതായത് നൊര വാരി പിടിച്ചാൽ കുറച്ച് സമയം കൊണ്ട് അത് കയ്യിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് പോലെ ചവറ് കണക്കെ അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. അതേസമയത്ത് സത്യവിശ്വാസവുമായിട്ടാണ് പരലോകത്ത് വരുന്നതെങ്കിൽ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അന്ത്യനാളിൽ സന്താനങ്ങളോ സമ്പത്തോ മനുഷ്യന് ഉപകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാധീനത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അറ്റംപ്റ്റും നടക്കില്ല. അതേസമയത്ത് ശരിയായ മനസ്സുണ്ടോ, വിശ്വാസത്തിന്റെ കറകളഞ്ഞ സ്വഭാവം ജീവിതത്തിലുണ്ടോ എങ്കിൽ അത് രക്ഷക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി മാറും. ഇതാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ലില്ലദീന സ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്ന, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത ആളുകൾക്ക് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്.
അള്ളാഹുവിനെ വിളിക്ക് ഉത്തരം ചെയ്യാച്ചാൽ അയതാഉല്ലാഹ വറസൂലുഹു വൻഖാദു ലി അവാമിരിഹി വസദ്ദഖു അഖ്ബാറഹുൽ മാളിയത വൽ ആതിയ. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് വഴങ്ങിക്കൊടുക്കുകയും അള്ളാഹുവും അവന്റെ റസൂലും നൽകിയിട്ടുള്ള കഴിഞ്ഞ കാലത്തുള്ളതോ വരാനിരിക്കുന്നതോ ആയിട്ടുള്ള വാർത്തകൾ, വൃത്താന്തങ്ങൾ അതെല്ലാം സത്യമാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കുണ്ട് അൽ ഹുസ്ന, ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്, അൽ ജസാഉൽ ഹസൻ എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ഏറ്റവും നല്ല പ്രതിഫലം അഥവാ സ്വർഗം തന്നെ അള്ളാഹു അവർക്ക് നൽകും. അതേസമയത്ത് വല്ലദീന ലം യസ്തജീബു ലഹു, അള്ളാഹുവിന് ഉത്തരം ചെയ്യാത്തവർ അഥവാ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ പാലിച്ചില്ല, നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചില്ല, പാരത്രിക ജീവിതം എന്നൊന്നില്ല എന്ന് പോലും പറയാനുള്ള മണ്ടത്തരം കാണിച്ചു അവർ. അങ്ങനെയുള്ള ആളുകളുടെ സ്ഥിതി എന്താലോ അന്നലഹും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും അവർക്കുണ്ടായാൽ, അതൊരു സങ്കല്പമായിട്ട് പറയാണ്, ഭൂമിയിലുള്ള മുഴുവനും അവരുടെ കയ്യിൽ ഉണ്ടെന്ന് വന്നാൽ, മിസ്ലഹു മഅഹു, ഇത്ര തന്നെ വേറെയും അവർക്ക് ഉണ്ടെന്ന് വന്നാലും അതൊക്കെ ലഫ്തദൗബിഹി, അത് മുഴുവനും അവർ അള്ളാഹുവിന് പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു. അതായത് പടച്ചോനെ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങളെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിത്താ എന്ന് പറയാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സമ്പത്തിന്റെ ബലത്തിലോ സന്താനങ്ങളുടെ ബലത്തിലോ സ്വാധീനങ്ങളുടെ ബലത്തിലോ ഒന്നും രക്ഷപ്പെടാൻ സാധിക്കുന്ന ഇടമല്ല പരലോകം. അവിടെ എന്തിനു മാത്രമാണ് സ്ഥാനം? സത്യവിശ്വാസത്തിന് മാത്രമാണ് സ്ഥാനം. അപ്പൊ അതുണ്ടായിരുന്നോ എങ്കിൽ രക്ഷപ്പെടാം. അല്ലാത്തവൻ മറ്റു ഏതു രക്ഷാമാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാലും അതെല്ലാം വൃഥാവിലാകുമെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ, വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകൾ, ഉലായിക ലഹും സൂഉൽ ഹിസാബ്, അവർക്ക് വളരെ ചീത്തയായിട്ടുള്ള വിചാരണയാണ് ഉണ്ടാവുക. ചീത്തയായ വിചാരണ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലങ്കഷമായി പരിശോധിക്കും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നെല്ലാം കൃത്യമായ ചർച്ചകൾ അവരുടെ വിഷയത്തിൽ നടക്കും. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഉലായിക ലഹും സൂഉൽ ഹിസാബ്, അവർക്ക് ഏറ്റവും ചീത്തയായിട്ടുള്ള വിചാരണയുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഐഫിദ്ദാരിൽ ആഖിറ, പരലോകത്ത്, അയ്യുനാഖശൂന അലൻ നഖീരി വൽ ഖത്മീർ വൽ ജലീൽ വൽ ഹഖീർ വമൻ നൂഖിശൽ ഹിസാബ് ഉദ്ദിബ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് ചെറുതും വലുതുമായിട്ടുള്ള, നിസ്സാരമോ അല്ലെങ്കിൽ ഗൗരവമുള്ളതോ എന്ന വ്യത്യാസമില്ലാതെ ഏതു സിമ്പിൾ മാറ്റർ ആണെങ്കിലും ശരി അതിനെക്കുറിച്ചെല്ലാം അവരോട് വിചാരണ ചെയ്യപ്പെടും. എന്നാൽ ഒമൻ നൂഖിശൽ ഹിസാബ്, ഏതെങ്കിലും ഒരാളോട് വേണമെന്ന് വിചാരിച്ച് വിചാരണ നടത്തപ്പെട്ടാലോ ഉദ്ദിബാവൻ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അവർ അങ്ങേയറ്റം വിഷമിച്ചു പോകുന്ന സാഹചര്യമുണ്ടാകും. അതോടൊപ്പം അതുകൊണ്ടാണ് വാഹും ജഹന്നം മിഹാദ്, അവരുടെ മടക്കം ജഹന്നം എന്ന നരകമാണ്. അത് വളരെ മോശമായ സങ്കേതമാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ പരലോകം രക്ഷപ്പെടുത്താൻ പടച്ചവന്റെ വിധിവിലക്കുകൾ പാലിക്കാൻ, അവന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. ഈ ഉദാഹരണങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നൊരയും പതയുമായി മാറ്റുന്ന അവിശ്വാസത്തിന്റെ ശൈലിയിൽ നിന്ന് മാറ്റി വെള്ളവും അതേപോലെ തന്നെ ലോഹങ്ങളുമായി നിലനിൽക്കുന്ന നല്ല ആരുറപ്പുള്ള സംവിധാനത്തിന്റെ ഭാഗമായി സത്യവിശ്വാസത്തിന്റെ ശൈലി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവം സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.